ശ്രീനാരായണ പരമഗുരവേ നമഃ. പ്രിയ ഭക്തജനങ്ങളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീനാരായണ ഗുരു ലോകത്തിന് നൽകിയ ദൈവദശകം എന്ന കൃതിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യത്തെ ശ്ലോകത്തെക്കുറിച്ച് ഒരു വിവരണം നിങ്ങൾക്ക് തന്നു. ഇന്ന് പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ ശ്ലോകമാണ്. രണ്ടാമത്തെ ശ്ലോകം എന്ന് പറയുമ്പോൾ നാം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ദൈവം എവിടെയാണ് ഇരിക്കുന്നത്? ഇത്രയും നാൾ ബാഹ്യമായ കണ്ണുകൾ കൊണ്ട് ദൈവത്തെ കാണുവാൻ നമ്മൾ ശ്രമിച്ചു. അതിനുവേണ്ടി നമ്മൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും സഞ്ചരിച്ചു. എന്നാൽ നമുക്ക് ദൈവത്തെ കാണാൻ സാധിച്ചില്ല. നമുക്ക് രണ്ട് കണ്ണുകളുണ്ടല്ലോ. ഒന്ന് ബാഹ്യമായ കണ്ണുകൾ, മറ്റൊന്ന് നമ്മുടെ മനസ്സാകുന്ന കണ്ണ്. എങ്ങനെയാണ് ദൈവത്തെ അറിയേണ്ടത്, അനുഭവിക്കേണ്ടതെന്ന് വളരെ വ്യക്തമായ രീതിയിൽ മഹാഗുരു ദൈവദശകം കൃതിയുടെ രണ്ടാമത്തെ ശ്ലോകത്തിലൂടെ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. നമുക്ക് ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കാം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നിലസ്പന്ദമാകണം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ. ഇവിടെ നേതി പ്രക്രിയയിലൂടെ മഹാഗുരു വ്യക്തമായി, വളരെ വ്യക്തമായി, പണ്ഡിതനും പാമരനും ഒക്കെ മനസ്സിലാകാവുന്ന രീതിയിൽ ദൈവത്തെ അറിയുവാൻ, അനുഭവിക്കുവാനുള്ള വഴി തുറന്നു തരികയാണ്. ഞാൻ പറഞ്ഞു, രണ്ട് കണ്ണുകൾ, ഒന്ന് ബാഹ്യമായ കണ്ണുകൾ, മറ്റൊന്ന് മനസ്സാകുന്ന കണ്ണ്. നമ്മൾ ഈ ഭൂമി പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാറ്റിനെയും കാണുന്നത് ബാഹ്യമായ കണ്ണുകൾ കൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഗുരു പഠിപ്പിക്കുന്നു, ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുൾ ഒടുങ്ങിയാൽ. പൊരുൾ എന്ന് പറഞ്ഞാൽ പദാർത്ഥം. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്ന ഓരോ വസ്തുവും ഒന്നൊന്നായി എണ്ണി എണ്ണി, ഒന്നെണ്ണി വീണ്ടും എണ്ണി, അങ്ങനെ പല പ്രാവശ്യം എണ്ണി ഉറപ്പിച്ച് തിട്ടപ്പെടുത്തി ഓരോന്നോരോന്നായി നമ്മൾ അങ്ങ് മാറ്റുകയാണ്. കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം മാറ്റി എവിടെയാണ് ദൈവം ഇരിക്കുന്നത്, അങ്ങനെ എല്ലാം മാറ്റിക്കഴിഞ്ഞ് ഇനി എണ്ണി മാറ്റുവാൻ, തൊട്ടെണ്ണും പൊരുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വ്യക്തമായി കാണുന്ന, അറിയുന്ന പദാർത്ഥങ്ങൾ മുഴുവനും നമ്മൾ എണ്ണി മാറ്റി, ഇനി ഒന്നും എണ്ണി മാറ്റാനില്ല എന്ന അവസ്ഥയിൽ, നിശ്ചലാവസ്ഥയിൽ നിന്നിൽ അസ്പന്ദമാകണം. നിന്നിൽ, അതായത് ഭഗവാനെ, നിന്നിൽ എനിക്ക് അസ്പന്ദമായി, ചലനരഹിതമായി ലയിച്ച് ചേരണം. അതിനുള്ള മാർഗമാണ് ഇവിടെ ഗുരു നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ബാഹ്യമായ വസ്തുക്കളെ കാണുന്ന കണ്ണ് ഇവിടെ ദൃക്കായിരിക്കുമ്പോൾ, സങ്കല്പത്തിനനുസരിച്ച് എല്ലാം കാണുന്ന മനസ്സും ഇവിടെ ദൃക്കാണ്. നാം ഇവിടെ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ബാഹ്യമായ കണ്ണുകൾ കൊണ്ട് കാണുന്നതെല്ലാം നശിക്കുന്നതാണ്. എല്ലാം, നമ്മളുൾപ്പെടെ, നമ്മുടെ കണ്ണുകൾ കൊണ്ട് ഈ ഭൂമി പ്രപഞ്ചത്തിൽ എന്തെല്ലാം നമ്മൾ കാണുന്നുണ്ടോ അതെല്ലാം വന്ന് നിന്ന് കെട്ടടങ്ങുന്നതാണ്. 6 തരം മാറ്റങ്ങൾക്ക് വിധേയമായി അനുകമ്പാദശകത്തിലൂടെ അക്കാര്യം മഹാഗുരു വളരെ വ്യക്തമായി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. വരും 6 വിധം വികാരവും വരുമാറിൽ അറിവിന്നിതിന്ന് നേർ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. വരും 6 വിധം വികാരവും, 6 തരം മാറ്റങ്ങൾ: അസ്ഥി, ജന്മം, വർധനവ്, അപക്ഷയം, പരിണാമം, നാശം. ഇതാണ് 6 തരം മാറ്റങ്ങൾ. നമ്മൾ ഉൾപ്പെടെ എല്ലാറ്റിനും, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന, ബാഹ്യമായ കണ്ണുകൾ കൊണ്ട് കാണുന്ന സർവ്വതിനും 6 തരം മാറ്റങ്ങൾ വന്ന് അത് എവിടെ നിന്നാണോ വന്നത് അങ്ങോട്ട് തന്നെ തിരിച്ചു പോകും, ഉറപ്പ്. എന്നാൽ വരുമാറിൽ അറിവിന് മാത്രം
ഈ മാറ്റം വരുന്നില്ല. ഈ സമയത്ത് നമ്മൾ ഒരു കാര്യം ഓർക്കണം. മഹാഗുരു നമ്മളോട് പറഞ്ഞു, നാം ശരീരമല്ല അറിവാകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഗുരു എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഗുരു 3 കാലങ്ങളിലും നിലനിൽക്കുന്നു. നീ സത്യം, ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും എന്ന് പറയുന്നുണ്ട്. 3 കാലങ്ങളിലും നിലനിൽക്കുന്ന, മായാതെ മറയാതെ നിൽക്കുന്ന സത്യമാണ് അറിവ്, അല്ലെങ്കിൽ ഗുരു, അല്ലെങ്കിൽ ബോധം, അല്ലെങ്കിൽ ബ്രഹ്മം എന്നൊക്കെ നമ്മൾ പറയുന്ന എല്ലാം ഒന്ന് തന്നെ. അപ്പോൾ അറിവിന് മാത്രം, അറിവായ ഗുരുവിനെ, അറിവായ ദൈവത്തിനെ മാത്രം ഒരു മാറ്റവും വരാതെ 3 കാലങ്ങളിലും നിലനിൽക്കുന്നു എന്ന വസ്തുത കൂടി നാം ഈ ശ്ലോകം പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ബാഹ്യമായ കണ്ണുകൾ കൊണ്ട് കാണുന്നതൊക്കെ ഒരു കാലത്ത് മാത്രം വന്ന് നിന്ന് ഇല്ലാതെയാകുമ്പോൾ, മനസ്സാകുന്ന കണ്ണുകൊണ്ട് കാണുന്ന അറിവിനെ യാതൊരു മാറ്റവും വരുന്നില്ല, എന്നും ഒരേപോലെ നിൽക്കുന്നു. സത്യജ്ഞാനം അനന്തം ആനന്ദം ബ്രഹ്മ സത്യമാണ്. സത്യത്തിനും 3 കാലങ്ങളിൽ നിലനിൽക്കുന്നതാണല്ലോ സത്യം. അപ്പോൾ അറിവ്, സത്യം, അല്ലെങ്കിൽ ഗുരു, അല്ലെങ്കിൽ ഈശ്വരൻ, അല്ലെങ്കിൽ ദൈവം എന്നൊക്കെ നമ്മൾ പറയുന്നത് എല്ലാം ഒന്ന് തന്നെ. ഈ സംഗതികൾക്ക് മാത്രം ഒരു മാറ്റവും വരുന്നില്ല. അപ്പോൾ മാറ്റം വരാത്തതൊക്കെ കാണുന്നത് മനസ്സാകുന്ന കണ്ണുകൊണ്ടാണ്. ഇവിടെ ഗുരു നമ്മളെ പഠിപ്പിച്ചു, ബാഹ്യമായ കണ്ണുകൾ കൊണ്ട് നമ്മൾ ദൈവത്തെ തിരയുകയാണ്. അവിടെയും ഇവിടെയും ഒക്കെ നമ്മൾ തിരഞ്ഞു, പക്ഷേ നമ്മൾ കണ്ടില്ല. അപ്പോൾ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള സുതാര്യമായൊരു മാർഗം ഇവിടെ മഹാഗുരു കാണിച്ചു തരുന്നു. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന എല്ലാ വസ്തുക്കളും എണ്ണി 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 അങ്ങ് മാറ്റി ഇനി എണ്ണാനൊന്നുമില്ല എന്നുള്ള നിശ്ചലാവസ്ഥയിൽ, ദൈവമേ നിന്നിലേക്ക് ഞാൻ ചലനരഹിതനായി നിൽക്കുമ്പോൾ എൻ്റെ ബാഹ്യമായ കണ്ണുകൾ ഞാൻ അടച്ച് പിന്നെ എൻ്റെ മനസ്സാകുന്ന കണ്ണിവിടെ തുറക്കുകയാണ്. മനസ്സാകുന്ന കണ്ണുകൊണ്ട് കാണുന്ന സത്യത്തെ നാം അനുഭവിച്ചറിയണം. ദൈവത്തെ നമ്മൾ മനസ്സുകൊണ്ടറിയണം. നമ്മൾ ക്ഷേത്രത്തിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ കണ്ണുകൾ അടയ്ക്കാറുണ്ട്. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ കണ്ണുകൾ അടയ്ക്കാറുണ്ടല്ലേ? അവിടെ ഈ ഒരു സത്യത്തിൻ്റെ, ആ ഒരു സത്യത്തിൻ്റെ രഹസ്യമാണ് അവിടെ ഇരിക്കുന്നത്. ബാഹ്യമായ കണ്ണുകൾ കൊണ്ടല്ല നമ്മൾ ദൈവത്തെ കാണേണ്ടത്. മനസ്സാകുന്ന കണ്ണുകൊണ്ട് കാണുന്ന ദൈവം 3 കാലങ്ങളിലും നിലനിൽക്കുന്നു, മായാതെ മറയാതെ, അല്ലെങ്കിൽ നശിക്കാതെ എന്നെന്നും ഈ ഭൂമി പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. അങ്ങനെയുള്ളതായ ദൈവത്തെ കാണാൻ ഈ കണ്ണുകൾ കൊണ്ടല്ല നമ്മൾ തിരയേണ്ടത്, മനസ്സാകുന്ന കണ്ണുകൾ കൊണ്ട് തിരയണം. അതിനു വേണ്ടിയിട്ടുള്ള സുതാര്യമായൊരു മാർഗം ഒരു ഉദാഹരണ സഹിതം മഹാഗുരുവിടെ വ്യക്തതയോടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ, കണ്ണുകൊണ്ട് കാണുന്നതൊക്കെ എണ്ണി എണ്ണി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, എണ്ണി മാറ്റാനൊന്നുമില്ല, നിശ്ചലമായൊരവസ്ഥ. ആ അവസ്ഥയിൽ നിന്നിലേക്ക് ചലനരഹിതമായി ഞാൻ ചേരുമ്പോൾ, നിറഞ്ഞു ചേരുമ്പോൾ, എൻ്റെ മനസ്സാകുന്ന കണ്ണിവിടെ തുറക്കുന്നു. എൻ്റെ മനസ്സാകുന്ന കണ്ണ് തുറന്ന് എൻ്റെ ബോധസ്വരൂപം എനിക്ക് വ്യക്തതയോടെ ഞാൻ അറിഞ്ഞ് അനുഭവിച്ചുകൊണ്ട് നീ എന്ന സത്യത്തെ ഞാനിവിടെ നിറഞ്ഞ എൻ്റെ ഈ കണ്ണു, മനസ്സാകുന്ന കണ്ണുകൊണ്ട് ഞാൻ കണ്ട് ഇവിടെ നിർവൃതി അടയുകയാണ് ഭഗവാനെ. അപ്പോൾ ദൈവത്തെ കാണാനുള്ള നല്ലൊരു മാർഗം ദൈവദശകം എന്ന കൃതിയുടെ 2ാമത്തെ ശ്ലോകത്തിലൂടെ മഹാഗുരു നമുക്ക് കാണിച്ചു തരികയാണ്. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ, നിന്നിടും ദൃക്കുപോലുള്ളം നിന്നിൽ അസ്പന്ദമാകണം. 2ാമത്തെ ശ്ലോകത്തിൻ്റെ ഏകദേശ കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.